ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ഹെൽത്തി പിസ്സയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടത് ഓട്സാണ്. ഓട്സ് ഞാനിവിടെ 2 കപ്പ് എടുക്കുന്നുണ്ട്. അത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് 4 ടേബിൾ സ്പൂൺ ആട്ടപ്പൊടിയും 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂണോളം ഈസ്റ്റും 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ആ പൊടിച്ചു വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യണം. എനിക്കിവിടെ ഒട്ടും പുളിയില്ലാത്ത തൈരാണ് കിട്ടുന്നത്, അതാണ് ആഡ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഒറിഗാനോയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒറിഗാനോയും കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ പിസ്സയ്ക്ക് നല്ലൊരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മാക്സിമം ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു പാത്രത്തിൽ വെച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് പിസ്സയുടെ ഷേപ്പിൽ സർക്കിളായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ പരത്തി വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്ത് കുറച്ച് ബട്ടർ തൂത്ത് അതിനകത്തേക്ക് നമ്മുടെ ഈ പിസ്സയുടെ ഈ ബേസ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഫ്ലെയിം ഓണാക്കിയിട്ടായിരുന്നു ഞാൻ ബട്ടർ തേച്ചത്. അതിനുശേഷം ഓഫ് ചെയ്തു. ബേസ് ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് നല്ലൊരു സർക്കിൾ ഷേപ്പിൽ പാകത്തിന് ആക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ കുട്ടികളുള്ള അമ്മമാർക്കെല്ലാം അയച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ പിസ്സയ്ക്കെല്ലാം ചെയ്യുന്ന പോലെ പിസ്സ സോസ് കിട്ടിയില്ല, അതുകൊണ്ട് സാധാ ടൊമാറ്റോ കെച്ചപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ചീസ് ഗ്രേറ്റ് ചെയ്തിടുവാണ്. ഇനിയുള്ളത് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ച് നമുക്ക് പിസ്സയുടെ ടോപ്പ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ ക്യാപ്സിക്കം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും ചെറിയ പീസ് ടൊമാറ്റോയും പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തതുമാണ് വെക്കുന്നത്. അതിന് പകരം പനീർ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇത്ര തന്നെയാണെങ്കിൽ പോലും കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും, ചിക്കനോ പനീറൊന്നും വെച്ചില്ലെങ്കിൽ തന്നെ. ഇനി കുറച്ച് ചീസും കൂടി നമുക്ക് മുകളിൽ ഒന്നും കൂടെ ഒന്ന് വെച്ചിട്ട് ഇത് മൂടി വെച്ച് വേണം വേവിക്കാനായിട്ട്. എനിക്കതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഉള്ളു വേവാതെ ഇരിക്കും, അടി ഭയങ്കരമായിട്ട് കരിഞ്ഞു പോവും, കട്ടിയായി പോവും. പിന്നെ കുറച്ച് ഒറിഗാനോയും കൂടി ഞാൻ മുകളിലൊന്ന് വിതറുന്നുണ്ട്, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ബേസ് ഹാർഡാവാതെ നോക്കി നന്നായി വേവിച്ചെടുക്കുക. മൈദ ചേർത്തുണ്ടാക്കുമ്പോൾ കിട്ടുന്ന അത്ര സോഫ്റ്റായിട്ട് നമുക്കിതിൻ്റെ ബേസ് കിട്ടില്ല, പക്ഷേ ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ്. അങ്ങനെ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്